മലയാളിയുടെ ജീവവായുവിന് സമാനമാണ് സ്വർണത്തോടുള്ള പ്രണയം. വിശേഷാവസരങ്ങളിലും വിവാഹവേളകളിലും മാത്രമല്ല, സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന നിലയിലും സ്വർണത്തെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വർണ്ണ വിപണിയിൽ നിന്ന് വരുന്ന വാർത്തകൾ സാധാരണക്കാരുടെ മാത്രമല്ല, സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഓരോ പ്രവാസിയുടെയും നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. എന്റെ പൊന്നെ എന്നറിയാതെ വിളിച്ചു പോകുന്ന തരത്തിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഗൾഫ് നാടുകൾ, പ്രത്യേകിച്ച് ദുബായിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുകയാണ്. രാജ്യാന്തര വിപണിയിൽ ഉണ്ടാകുന്ന അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണത്തിന് ഈ അപ്രതീക്ഷിത കുതിപ്പ് സമ്മാനിച്ചത്. ഒരു കാലത്ത് നാട്ടിലെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഗൾഫിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് വലിയ ലാഭമായി കണ്ടിരുന്ന പ്രവാസികൾക്ക് ഈ പുതിയ കുതിപ്പ് വലിയൊരു സാമ്പത്തിക തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ സുവർണ നഗരം എന്നറിയപ്പെടുന്ന ദുബായിലെ സ്വർണ്ണ വിപണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന അസാധാരണമായ വിലവർദ്ധനവ് സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച വിപണി തുറന്നപ്പോൾ തന്നെ 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 3 ദിർഹം വർദ്ധിച്ച് 547 ദിർഹം എന്ന പുതിയ ഉയരത്തിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 6 ദിർഹത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ ഒരൊറ്റ മാസത്തിൽ മാത്രം ഗ്രാമിന് 60 ദിർഹത്തിന്റെ വമ്പൻ വർധനവാണ് ദുബായിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 550 ദിർഹം എന്ന ചരിത്രപരമായ കടമ്പ വളരെ വേഗം മറികടക്കുമെന്നാണ് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിലെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറ്റ് വിഭാഗങ്ങളിലും സമാനമായ കുതിപ്പ് പ്രകടമാണ്. പ്രവാസികൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്ന 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 506.50 ദിർഹമാണ് ഇപ്പോഴത്തെ നിരക്ക്. ഒരു ഗ്രാമിന് 500 ദിർഹം എന്നത് കടക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു മനഃശാസ്ത്രപരമായ അതിർവരമ്പായിരുന്നു. അതുപോലെ തന്നെ 21 ക്യാരറ്റ് സ്വർണത്തിന് 485.75 ദിർഹവും 18 ക്യാരറ്റ് സ്വർണത്തിന് 416.25 ദിർഹവുമാണ് നിലവിലെ വ്യാപാര നിരക്ക്. ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഈ വലിയ വിലമാറ്റം ഗൾഫ് മേഖലയിലാകെ സ്വർണ്ണ വ്യാപാരത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ദുബായിലെ ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം രാജ്യാന്തര വിപണിയിലെ അസ്ഥിരതകളും സ്വർണത്തിലേക്കുള്ള വൻകിട നിക്ഷേപകരുടെ ഒഴുക്കുമാണ്. സ്പോട്ട് ഗോൾഡ് വില മുൻപെങ്ങുമില്ലാത്ത വിധം ഔൺസിന് $4,500 മുകളിലേക്ക് കുതിച്ചുയർന്നു. നിലവിൽ $4,536 എന്ന റെക്കോർഡ് നിരക്കിലാണ് വ്യാപാരം തുടരുന്നത്. കഴിഞ്ഞ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ 4,000-നും 4,100-നും ഇടയിൽ ഒരു സ്ഥിരതയാർജിച്ച് നിന്നിരുന്ന വിപണിയാണ് പിന്നീട് പെട്ടെന്ന് കരുത്താർജിച്ച് $4,461-നും $4,490-നും പരിധി തിരികെ പിടിക്കുകയും ഇപ്പോൾ വീണ്ടും പുതിയ ഉയരങ്ങൾ താണ്ടുകയും ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 3-ാം ആഴ്ചയിലാണ് സ്വർണം ഈ കരുത്ത് നിലനിർത്തുന്നത്. ഇതിന് പിന്നിൽ പ്രധാനമായും ആഗോള സാമ്പത്തിക ഘടകങ്ങളാണുള്ളത്. പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലുമുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നു. കൂടാതെ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനങ്ങളും സ്വർണത്തിന് അനുകൂലമായ സാഹചര്യമൊരുക്കി. ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും മൂല്യം നഷ്ടപ്പെടാത്ത ഏക നിക്ഷേപമെന്ന നിലയിൽ വൻകിട രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുന്നതും വിപണിയിലെ ഡിമാൻഡ് കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസി മലയാളികളെയാണ്. മാസങ്ങളോളം വിയർപ്പൊഴുക്കി മിച്ചം പിടിക്കുന്ന ദിർഹമോ റിയാലോ കൂട്ടിവെച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മക്കളുടെ വിവാഹത്തിനോ മറ്റോ ആവശ്യങ്ങൾക്കോ കുറച്ച് സ്വർണം വാങ്ങുക എന്നത് ഏതൊരു പ്രവാസിയുടെയും സ്വപ്നമാണ്. നാട്ടിലെ ഉയർന്ന പണിക്കൂലിയും നികുതികളും ഒഴിവാക്കാൻ ദുബായ് അടക്കമുള്ള നഗരങ്ങളിലെ സ്വർണ്ണക്കടകളെയാണ് അവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. കാരണം ദുബായിലെയും കേരളത്തിലെയും വിലകൾ തമ്മിൽ എപ്പോഴും ഗ്രാമിന് വലിയ വ്യത്യാസമുണ്ട്. ദുബായിൽ സ്വർണ്ണവില ഉയർന്നുവെങ്കിലും നാട്ടിലെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിന് ഏകദേശം 1,500 രൂപയോളം ലാഭം ഇപ്പോഴും പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വർണ്ണവില ഗ്രാമിന് 506 ദിർഹം എന്ന നിരക്കിലേക്ക് ഉയർന്നതോടെ ആകെ നൽകേണ്ടി വരുന്ന മൂലധന തുക സാധാരണക്കാരായ ഒരു പ്രവാസിയുടെ ബജറ്റിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി മാറുകയാണ്. പെരുന്നാളിനും ഓണത്തിനും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്വർണം വാങ്ങാൻ ഇപ്പോൾ ഇരട്ടിയിലധികം പണം കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. വർഷങ്ങളായുള്ള അവരുടെ സാമ്പത്തിക ആസൂത്രണങ്ങളെയാകെ ഈ വിലക്കയറ്റം താളം തെറ്റിച്ചിരിക്കുകയാണ്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രവാസികൾക്ക് ചെറിയൊരാശ്വാസം നൽകുന്നത് ഇന്ത്യയിലെ കസ്റ്റംസ് നിയമങ്ങളിൽ അടുത്തിടെ വന്ന അനുകൂലമായ മാറ്റങ്ങളാണ്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുമ്പോൾ മുൻപ് അതിന്റെ മൂല്യത്തിനനുസരിച്ചായിരുന്നു നികുതി ഇളവ് നിശ്ചയിച്ചിരുന്നത്. അതായത് സ്വർണ്ണവില ഇത്തരത്തിൽ കുത്തനെ വർദ്ധിക്കുമ്പോൾ അനുവദനീയമായ സാമ്പത്തിക പരിധി പെട്ടെന്ന് കടക്കുകയും വിമാനത്താവളങ്ങളിൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ മാറ്റങ്ങൾ പ്രകാരം സ്വർണത്തിന്റെ മൂല്യത്തിന് പകരം അതിന്റെ തൂക്കത്തിന്റെ, അതായത് പവൻ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കസ്റ്റംസ്
നികുതി ഇളവ് കണക്കാക്കുന്നത്. അതിനാൽ വില എത്ര ഉയർന്നാലും അനുവദിക്കപ്പെട്ട തൂക്കത്തിലുള്ള സ്വർണം ആശങ്കകളില്ലാതെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രവാസികൾക്ക് സാധിക്കും. ഇത് വലിയൊരു ആശ്വാസമാണെങ്കിലും സ്വർണം വാങ്ങാനുള്ള അടിസ്ഥാന തുക ഇത്രയധികം ഉയർന്ന സാഹചര്യത്തിൽ ഈ ആനുകൂല്യം എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മറുവശത്ത് ചിങ്ങമാസം പോലെയുള്ള വിവാഹ സീസണുകൾ എത്തുമ്പോൾ വില നോക്കാതെ സ്വർണം വാങ്ങാൻ നാട്ടിലുള്ളവരും നിർബന്ധിതരാകുന്നുണ്ട്. എത്ര വില കൂടിയാലും സ്വർണം വാങ്ങുന്ന ശീലം ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറല്ല എന്നതാണ് സത്യം. എന്നാൽ നിലവിലെ ആഗോള സാഹചര്യങ്ങൾ നമ്മെ ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വെറും ഒരു ആഭരണം എന്നതിലുപരി തികച്ചും തന്ത്രപരമായ ഒരു സാമ്പത്തിക നിക്ഷേപമായി വേണം സ്വർണത്തെ ഇനി കാണാൻ. കഴിവിനപ്പുറം കടം വാങ്ങി സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് പകരം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾക്കായിരിക്കണം പ്രവാസികൾ മുൻഗണന നൽകേണ്ടത്. ആഗോള വിപണിയിലെ സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഉയർന്നേക്കാം. അതിനാൽ ദുബായിലെ സ്വർണ്ണ വിപണി നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് കൃത്യമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ട സമയമാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.